ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലോ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി ഞാൻ കുറച്ച് വെണ്ടയ്ക്ക സ്ലൈസായിട്ട് ഇത് അതിനാവശ്യത്തിലുള്ള പച്ചമുളക് ഞാൻ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിക്ക് തേങ്ങ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ തേങ്ങ ചേർക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് കിട്ടും. ഇനി ഈ വെണ്ടയ്ക്ക എണ്ണയിലിട്ടൊന്ന് വേവിച്ചെടുക്കാമേ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. ഈ ഉള്ളിയും പച്ചമുളകും തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇതിൽ ഞാൻ മുളക് പൊടി ഒന്നും തന്നെ ചേർക്കുന്നില്ല, കാരണം പച്ചമുളക് ഞാൻ കൂടുതൽ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട്. ഇനി ഈ വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുക്കാമേ. ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കാമേ. അടച്ചു വെച്ച് കൊടുക്കുവാണ്. ഈ വെണ്ടയ്ക്ക എല്ലാം നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാമേ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാമേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് മൂത്തിട്ടില്ല, കുറച്ചുകൂടെ ആവാനുണ്ട്. വെണ്ടയ്ക്ക നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഞാനിനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇതിലേക്ക് മാറ്റുകയാണ്. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.